വർഷങ്ങളായിട്ടുണ്ട്. അനേകം പേർക്ക് അതൊരു ആശ്വാസവും സൗഖ്യവും സമാധാനവും നൽകുന്നു. ഒത്തിരി പൈസ അതിന് ചിലവാക്കിയിട്ടാണെങ്കിലും പലപ്പോഴും മിനിസ്ട്രിയിൽ കാശില്ലാതിരിക്കുമ്പോഴും വേറെ എന്ത് കുറയ്ക്കേണ്ടി വന്നാലും സൂര്യ ടി വിയിലെ ആ 2 എപ്പിസോഡ് മാത്രം കുറയ്ക്കാതെ നടത്തുവാൻ ദൈവം വിശ്വസ്തനായതുകൊണ്ട് ദൈവം ഇതുപോലെ അനേകരെ സ്നേഹിക്കുന്നു എന്നതിനുള്ള തെളിവാണ്. ആത്മഹത്യ ചെയ്യണം എന്ന് ചിന്തിക്കുകയും ദൈവത്തോടും ലോകത്തോടും ഒക്കെ മടുത്ത്, ആത്മഹത്യ എന്ന് പറയുമ്പോൾ ലോകവും ദൈവവും മടുത്ത് പിന്നെ പിശാചിനെ ഇഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിലേക്ക് പോകാൻ ഉറപ്പിച്ചിരുന്ന ആ സഹോദരി ഒരു ദിവസത്തെ പ്രത്യാശയുടെ നിമിഷങ്ങൾ എന്ന ഹോപ്പ് ഇൻ ജീസസിന്റെ TV പ്രോഗ്രാം കാണുകയും അതിലെ വചനം കേൾക്കുകയും ആ പ്രാർത്ഥനാ സമയത്ത് യേശുക്രിസ്തു അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ആത്മഹത്യക്ക് ശ്രമിച്ചുകൊണ്ടിരുന്ന പിശാചിനെ പുറത്താക്കുകയും ആ മകളെ യേശു സ്നേഹിക്കുകയും തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നൊരു സാക്ഷ്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ കരങ്ങൾ അടിച്ച് യേശുവിന് നന്ദി പറഞ്ഞാൽ. യേശു ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാട്ടെ. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 13 വർഷം കഴിഞ്ഞ് ഞങ്ങൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നു. എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ 4 പെങ്ങന്മാരും അവരും ഏറ്റവും ലാസ്റ്റ് മകനാണ്. അത് എനിക്കൊരു കുഞ്ഞുണ്ടാവുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. കുഞ്ഞുങ്ങളൊന്നും ഇല്ലാതെ വന്നപ്പോഴേക്കും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരും ഭയങ്കര പ്രശ്നങ്ങളായി. അങ്ങനെ ഞാൻ 9 മാസം ഞങ്ങൾ പിരിഞ്ഞ് നിൽക്കേണ്ടിയുള്ള അവസ്ഥ ഉണ്ടായി. അത് കഴിഞ്ഞ് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും സംസാരിച്ച് കോംപ്രമൈസ് ചെയ്ത് എന്നെ വിളിച്ചുകൊണ്ട് പോയി. അന്നോട്ട് ചേട്ടൻ്റെ വീട്ടിൽ ചേട്ടൻ്റെ അമ്മയ്ക്ക് എന്നോടൊരു സ്നേഹമില്ല. എന്നെ ഉപേക്ഷിച്ച് വേറൊരു പെണ്ണിനെ വിവാഹം കഴിക്കണമെന്നാണ് അവരെ ആഗ്രഹം. എൻ്റെ ഭർത്താവും എന്നെ വെറുക്കാനായിട്ട് തുടങ്ങി. ഡെയിലി വഴക്കും വല്ലാതെ രണ്ടുപേരും ഒരുമിച്ച് പെട്ടെന്ന് ദേഷ്യപ്പെടും. ഭയങ്കര വഴക്ക്. ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാത്ത അവസ്ഥയിലായിരുന്നു ഞങ്ങൾ. എൻ്റെ ഭർത്താവിന് CRPFിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ അവരോടൊപ്പം ഒറീസയിലായിരുന്നു. ക്വാർട്ടേഴ്സിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചേ ഉള്ളൂ. ഏത് നിമിഷം എന്നെ കാണുന്നതും എന്നെ പിശാചെന്ന് പറഞ്ഞാണ് എന്നെ സംബോധന ചെയ്യണത് തന്നെ. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് ജീവിക്കണ്ട. ഒരു ദിവസം രാവിലെ ഡെയിലി എന്നും വഴക്ക് കൂടും. എന്നെ വിവാഹം കഴിച്ചത് ഒരു ശാപം പോലെയാണ് അവർ കരുതിയിരുന്നത്. അങ്ങനെ ഞാൻ അവർ എന്നോട് വഴക്ക് കൂടിയിട്ട് പുറത്ത് പോയി. തിരിച്ചു വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ ഇനി ഇവർ തിരിച്ചെന്നെ വരുമ്പോൾ ഞാൻ മരിക്കണമെന്ന് പ്രതീക്ഷിച്ച് എങ്ങനെയാണ് ഞാൻ മരിക്കേണ്ടത്? തൂങ്ങി മരിക്കണമോ അതോ ബ്ലേഡ് കൊണ്ട് കൈ അറുത്ത് മരിക്കണമോ? എനിക്ക് കഴിക്കാൻ അങ്ങനെ വിഷങ്ങളൊന്നും അവിടെ ഇല്ല. ഞാൻ എങ്ങനെയാണ് എൻ്റെ ജീവൻ കൊടുക്കണം? വരുമ്പോൾ എനിക്ക് കാണിച്ചു കൊടുക്കണം ഞാൻ മരിച്ച് ഇനി എനിക്ക് ഈ ജീവിതം വേണ്ട എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് എൻ്റെ ഗ്യാസിലിരുന്ന പാലെല്ലാം ഞാൻ ഓഫ് ചെയ്തെല്ലാം വെച്ചിട്ട് ഇങ്ങനെ ഫ്രണ്ട് റൂമിലായിട്ട് ഇങ്ങനെ വന്നപ്പോൾ TV ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ മനോഹൻ സാറിൻ്റെ പ്രാർത്ഥന നടക്കുകയായിരുന്നു. ജീവനുള്ള ദൈവത്തിന് കഴിയാത്തതായി ഈ ഭൂമിയിൽ ഒന്നുമില്ല. ഇല്ലാത്തതിനെ ഉണ്ടാക്കാൻ കഴിയുന്നുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. ആത്മഹത്യക്ക് ഒരുങ്ങുന്നവർക്കും ഒരു സ്വന്തം ആത്മാവ് ദൈവം തന്ന ആത്മാവിനെ നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നുള്ള രീതിയിൽ സാറ് പ്രാർത്ഥിക്കുന്നത് കേട്ട് എൻ്റെ ശരീരം മൊത്തം ഒരു വിറയൽ പോലെ എനിക്ക് തോന്നി. ആ ആത്മഹത്യ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ മൂഡിൽ നിന്ന് എനിക്കൊരു വ്യത്യാസം ഉണ്ടായി. തിരിച്ച് ഞാൻ ആലോചിക്കാൻ തുടങ്ങി ദൈവം തന്ന ആത്മാവിനെ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. ഈ ഭൂമിയിൽ എന്ത് കഷ്ടപ്പെട്ടാലും ഞാൻ ആത്മഹത്യ ചെയ്യില്ല എന്ന് എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ ഉറച്ച് വീണ്ടും ഞാൻ കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവമേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഈ അവസ്ഥകൾക്കൊരു വ്യത്യാസം തരണമേ. ഇനിയും ജീവിക്കാനും എൻ്റെ അച്ഛനമ്മയും വന്ന് കാണാനും എന്നെ അനുവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് അതിനുശേഷം ആത്മഹത്യ ചെയ്യണമെന്ന് ആഗ്രഹമില്ല. എന്ത് കഷ്ടപ്പാടുണ്ടായാലും എൻ്റെ ദൈവത്തിന് വേണ്ടി ജീവിക്കുമെന്നുള്ളൊരു പ്രത്യാശയിൽ ഞാൻ മുന്നോട്ട് ജീവിക്കുന്നു. എൻ്റെ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് 33 വയസ്സുണ്ട്. ഇപ്പോഴേ ഡയബറ്റിക്കിൻ്റെ അസുഖമുണ്ട്. അങ്ങനെ എൻ്റെ ഭർത്താവും ഞാനുമായിട്ട് വീട്ടിലെപ്പോഴും എപ്പോഴും എന്നെ ഒരിതാണ് ഡയബറ്റിക്. ഇങ്ങനെ അസുഖമുള്ളവർക്കൊന്നും കുട്ടികളെ കിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. എനിക്ക് എൻ്റെ ജീവിതത്തിലൊരു കുഞ്ഞ് ദൈവത്തിന് വേണ്ടി വളർത്താൻ എന്നെ നിന്ന് മാറ്റാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ സാക്ഷ്യം. Thank you, Jesus. सिर्फ तेरे लिए, यीशु तेरे लिए, सिर्फ तेरे
ले जा यीशु के चरणों में पवित्र आत्मा। ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ ഒന്നാണ്, ടിവിയിൽ കൂടെ എങ്ങനെ യേശുവിന് അത്ഭുതം ചെയ്യാനൊക്കുന്നത്? രോഗം മാറുന്നു, നിങ്ങളുടെ ഭാരം മാറുന്നു എന്ന് പറയുമ്പോൾ ടിവിയിൽ കൂടെ എങ്ങനെയാണ് സൗഖ്യമുണ്ടാകുന്നത്? ഒത്തിരി പേരുണ്ട് ബാംഗ്ലൂരിൽ ചോദിക്കുകയും അത് ചലഞ്ച് ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. ഞാൻ അതിന് കൊടുക്കുന്ന ഒരേ ഒരു ഉത്തരം, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്നവനാണ് യേശു. ആമേൻ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കും. ഇല്ലാത്തത് എന്ന് പറഞ്ഞാൽ മനുഷ്യ ബുദ്ധിക്ക് മനസ്സിലാകാൻ ഒക്കാത്തത് അവൻ ഉള്ളതുപോലെ വിളിക്കും. അതുകൊണ്ടാണ് ദൈവത്തെ ഹി ഈസ് എ സൂപ്പർ നാച്ചുറൽ ഗാഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യന് നാച്ചുറൽ ആയിട്ടുള്ള മനസ്സിലാക്കാൻ ഒക്കുമ്പോൾ കരം വെച്ച് പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകും. ടിവിയിൽ കൂടെ എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്നതാണ് യേശു ക്രിസ്തു. വിശ്വസിക്കുന്നെങ്കിൽ കരം അടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. എങ്ങനെയാണ് ഈ അത്ഭുതം നടക്കുന്നത്? ത്രിത്വത്തിലെ മൂന്നാമനായി ആത്മാവായ ദൈവമായ പരിശുദ്ധാത്മാവാം ദൈവമാണ് യേശുവിന്റെ നാമത്തെ ഉയർത്തുവാൻ. To lift the name of Jesus, he will do a miracle. കരങ്ങൾ ഉയർത്തി കർത്താവിനെ എല്ലാവരും സ്തുതിച്ചാട്ടെ. എനിക്കും ഈ പരിശുദ്ധാത്മാവിനെ വേണമെന്നൊന്ന് പറഞ്ഞാട്ടെ. എനിക്കും ഈ പരിശുദ്ധാത്മാവാം ദൈവത്തെ വേണം, എനിക്കും ഈ പരിശുദ്ധാത്മാവാം ദൈവത്തെ വേണം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. पवित्र आत्मा, पवित्र आत्मा, हमें ले जा यीशु के चरणों में। पवित्र आत्मा, पवित्र यीशु के चरणों में पवित्र आत्मा। सिर्फ तेरे लिए यीशु, तेरे लिए, सिर्फ तेरे लिए यीशु, तेरे लिए, सिर्फ तेरे लिए यीशु, तेरे लिए मैं हाथ उठाता हूँ। सिर्फ तेरे लिए, सिर्फ तेरे लिए यीशु, तेरे लिए, सिर्फ तेरे लिए यीशु, तेरे लिए, सिर्फ तेरे लिए यीशु, तेरे लिए मैं हाथ उठाता हूँ। यीशु ही मार्ग है, यीशु ही सत्य है, यीशु ही जीवन है, यीशु मेरा प्रभु, यीशु ही मार्ग है, यीशु ही जीवन है, यीशु ही जीवन है, यीशु मेरा प्रभु। എല്ലാവരും കരങ്ങൾ ഉയർത്തി സിർഫ് തേരെ കരങ്ങൾ വീശി പാടിയിട്ട് എല്ലാവരും യേശുവിനെ ആരാധിച്ചുകൊണ്ട് കരങ്ങൾ വീശി പാടിയിട്ട് സിർഫ് തേരെ लिए यीशु, तेरे लिए, सिर्फ तेरे लिए यीशु, तेरे लिए मैं हाथ उठाता हूँ। सिर्फ तेरे लिए, सिर्फ तेरे लिए यीशु, तेरे लिए, सिर्फ तेरे लिए यीशु, तेरे लिए, सिर्फ
ബ്രദർ അനു ജേക്കബ് എൻ്റെ സ്കൂളിൽ എൻ്റെ ജൂനിയറായിട്ട് പഠിക്കുകയും സൺഡേ സ്കൂൾ കോമ്പറ്റീഷന് പോകുമ്പോൾ എതിർ സ്ഥാനാർത്ഥിയായിരിക്കുകയും എന്നാൽ ഇന്ന് ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തെ ഉയർത്തുവാനായിട്ട് ഞങ്ങളെ രണ്ടുപേരെയും വിളിച്ച് യേശുവിനെ ഓർത്ത് ഞാൻ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ദൈവം അദ്ദേഹത്തെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വലിയ സുവിശേഷ പ്രാസംഗികനായിട്ട് CSI ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ദൈവം ഉയർത്തുകയും ദൈവം അനേകം കൃപാവരങ്ങളാൽ നിറയ്ക്കുകയും പ്രവചനത്തിൻ്റെയും രോഗശാന്തിയുടെ കൃപാവരങ്ങളാലും കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഒരു വലിയ വിഷനോടെ 365 ട്രാൻസ്ഫോം കേരള എന്ന് പറയുന്നത് 365 ദിവസവും നോൺ സ്റ്റോപ്പായിട്ട് കേരളത്തിൻ്റെ ഒരറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ എല്ലാ ദിവസവും വലുതും ചെറുതുമായ കൂട്ടായ്മകൾ നടത്തി അനേകരെ യേശുവിലേക്ക് കൊണ്ടുവരുവാൻ ഒരു നല്ല ടീമും ലവ് ആൻഡ് കമ്പാഷൻ മിനിസ്ട്രീസ് എന്ന് പറഞ്ഞ് ദൈവം നൽകിയിട്ടുള്ള ഒരു നല്ല മിനിസ്ട്രിയും ഈ ദിവസങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നു. അനുവിൻ്റെ ജീവിതത്തിൽ, ബ്രദർ അനുവിൻ്റെ ജീവിതത്തിൽ 1998 ബ്രദർ അനുവിൻ്റെ മമ്മിയുടെ ജീവിതത്തിൽ ഒരു രോഗസൗഖ്യം വന്നാണ് ആ കുടുംബത്തെ യേശു സ്നേഹിച്ചത്. ഡാഡിയെ ദൈവം സൗഖ്യമാക്കി ഞങ്ങളുടെ കൂടെയുള്ള റിലേറ്റീവ്സിനെയും നിങ്ങളെല്ലാവരെയും ഞങ്ങളുടെ സഹോദരന്മാരാക്കി മാറ്റി തീർത്ത അതേ യേശു അനുവിൻ്റെ മമ്മിക്ക് ഒരു സൗഖ്യം കൊടുത്ത് അതിലേറ്റവും ദൈവം അനുഗ്രഹിച്ചത് അനുവിനെ ഒരു നല്ല മിനിസ്ട്രി തുടങ്ങുവാനും ലോകമെങ്ങും സുവിശേഷം പറയുവാനും ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ആഴ്ച കുവൈറ്റിലും അതിന് മുൻപത്തെ 2 ആഴ്ച മുൻപേ ദുബായിലും അതിന് മുന്നേ ഡൽഹിയിലും അങ്ങനെ യേശുവിനായിട്ട് ഒത്തിരി ഓടുകയും ഈ ദിവസം അദ്ദേഹത്തിന് തിരക്കുകൾ ഉണ്ടായിരുന്നിട്ടും യേശുവിൻ്റെ നാമത്തെ ഒന്ന് ഉയർത്തണം, യേശുവിൻ്റെ സാക്ഷിയായിരിക്കണം. ഓപ്പൺ ജീസസിൻ്റെ താങ്ക്സ് ഗിവിങ്ങിൽ ഞാൻ ഇതുവരെ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഇന്ന് വന്ന് യേശുവിനെ ഉയർത്തണം എന്ന് വന്നതിനെ ഓർത്ത് എനിക്ക് ഒത്തിരി സന്തോഷം. ഇന്ന് മുഴുവൻ നമ്മുടെ കൂടെ ആയിരിക്കുകയും നമ്മുടെ കൂടെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള ഭക്ഷണം പങ്കിടുകയും കഴിക്കുകയും അതിനുശേഷം ബ്രദർ അനു തന്നെ നടത്തുന്ന ലവ് ആൻഡ് കമ്പാഷൻ മിനിസ്ട്രീസിൻ്റെ ഒരു സുവാർത്ത മഹോത്സവം ഇമ്മാനുവൽ ഗ്രൗണ്ട് 3-ാം മൂഡിൽ ഞാനും ബ്രദർ അനുവും ചേർന്ന് ചെറിയ മീറ്റിംഗ് ആണെങ്കിൽ ഞങ്ങൾ യേശുവിനെ ഉയർത്തുവാനായിട്ട് ശ്രമിക്കുകയും രോഗികൾക്കായിട്ട് പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും നിത്യജീവനും ആളുകൾക്ക് പങ്കുചേർന്ന് കൊടുക്കുവാനും ഒക്കെ ആയിട്ട് ഇന്നത്തെ ഒരു ദിവസം തന്നെ ഉണ്ട്. നമ്മളെല്ലാവരും ഒന്ന് കരങ്ങൾ അടിച്ച് യേശുവിനെ സ്തുതിക്കുമ്പോൾ ബ്രദർ അനു ജേക്കബ് മുൻപിലേക്ക് വന്ന് കർത്താവിൻ്റെ നാമത്തെ ഒന്ന് ഉയർത്തി. Thank you, Jesus. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി യേശുവിൻ്റെ ഒരു സാക്ഷിയായിട്ട് നിൽക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയ നല്ല ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ആമേൻ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ കഴിഞ്ഞ 29 എനിക്ക് ഇന്ന് 29 വയസ്സാവുക. ഇപ്പോൾ കഴിഞ്ഞ 29 വർഷക്കാലം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം നല്ലവനായിരുന്നു. എൻ്റെ ദൈവം വല്ലഭനും ശക്തനുമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ശക്തമായ രീതിയിലൊരു വ്യത്യാനമെല്ലാം ഉണ്ടാക്കുവാൻ ഏറ്റവും പ്രധാനമായ കാരണം ഞാൻ എന്നും സ്നേഹത്തോടെ വളരെ ആദരവോടെ പ്രാർത്ഥനയോടെ ഓർക്കുന്നത് ഹോപ്പ് ഇൻ ജീസസ് മിനിസ്ട്രീസാണ്. ആമേൻ. ഒന്നാമത് 2002 1998 2002 മെയ് മാസം ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ തകർച്ചയിൽ വളരെ ഭാരത്തോടെ ഞങ്ങളായിരുന്നപ്പോൾ എൻ്റെ മമ്മിയുടെ ഇടത്തെ മാർവിൽ 5.5 സെൻറ്റിമീറ്റർ വലിപ്പമുള്ളൊരു കട്ടി കണ്ടുപിടിക്കുവാനിടയായി. ട്രിവാൻഡ്രത്തിലെ റീജിയണൽ ക്യാൻസർ സെൻറ്റേഴ്സിലെ ഡോക്ടേഴ്സ് ഇപ്രകാരം പറഞ്ഞു, ഇത് മാരകമായ ക്യാൻസർ രോഗമാണ്, 3 മാസത്തിൽ കൂടുതൽ മമ്മി ജീവിക്കത്തില്ല. എന്നാൽ ഡോക്ടേഴ്സ് ഇങ്ങനെയാണ് പറഞ്ഞത്, കീമോതെറാപ്പി ചെയ്യണം, റേഡിയേഷൻ എടുക്കണം, തുടർന്നുള്ള കാര്യങ്ങളെല്ലാം ചെയ്താലും 3 മാസമേ ഞങ്ങൾക്ക് ഗ്യാരണ്ടി തരാൻ കഴിയത്തുള്ളൂ. പപ്പ ചോദിച്ചു മമ്മിയോട് എന്നാ ചെയ്യേണ്ടി. മമ്മി പറഞ്ഞു 3 മാസം ഈ ട്രീറ്റ്മെൻറ്റ് എല്ലാം ചെയ്തിട്ടും ഗ്യാരണ്ടി അത്രേ ഉള്ളൂവെങ്കിൽ ജീവിക്കുന്ന ആൾ ഞാൻ സുഖമായിട്ട് ജീവിക്കട്ടെ, അതുകൊണ്ട് എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ മമ്മിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അറിയിക്കുകയുണ്ടായി 2002 ആമേൻ മെയ് മാസത്തിൽ പഞ്ചായത്ത് അസോസിയേഷൻ ഹാളിൽ വെച്ച് ഹോപ്പ് ഇൻ ജീസസിൻ്റെ 4 ദിവസത്തെ യോഗം നടക്കുകയായിരുന്നു. അതിൽ എൻ്റെ മമ്മി 2ാമത്തെ ദിവസം പങ്കെടുക്കുവാനിടയായി. ആമേൻ. ആ മീറ്റിങ്ങിന് ഞാനുണ്ടായിരുന്നില്ല. ഫസ്റ്റ്
രാവിലത്തെ യോഗത്തിന് ഞാൻ ഉണ്ടായിരുന്നില്ല. എന്നാൽ വചനം ശുശ്രൂഷയ്ക്ക് മുമ്പ് പ്രാർത്ഥനയ്ക്കായി കർത്താവിന്റെ ദാസൻ എഴുന്നേറ്റപ്പോൾ ഇപ്രകാരം പറഞ്ഞു, ഫ്രണ്ട് റോയിൽ ഇരിക്കുന്ന ഒരു സഹോദരിയെ യേശു കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. വചന ശുശ്രൂഷ തുടങ്ങിയ ഉടനെ തന്നെ വീണ്ടും അദ്ദേഹം പറഞ്ഞു, ഫ്രണ്ട് റോയിൽ വലതുവശത്ത് നിന്ന് നാലാമതിരിക്കുന്ന പിങ്ക് കളർ സാരി ഉടുത്തുകൊണ്ടിരിക്കുന്ന സഹോദരിയെ തന്നെ യേശു സൗഖ്യമാക്കും. ഞങ്ങൾ അതിന് ആമേൻ പറഞ്ഞു. മമ്മി വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഡോക്ടേഴ്സ് പറഞ്ഞു 3 മാസം. എന്നാൽ ദൈവത്തിന്റെ വചനം പറഞ്ഞു സൗഖ്യമാക്കിയിരിക്കുക. ഞങ്ങൾ ദൈവത്തിന്റെ വചനത്തിന് ആമേൻ പറഞ്ഞ് ഇന്ന് 11 വർഷമായിരിക്കുക എൻ്റെ മമ്മി ജീവനോടെ ആയിരിക്കും. ഹല്ലേലൂയ. അതേ മീറ്റിംഗിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ ദൈവം എന്നെ നിറയ്ക്കുകയുണ്ടായി. ആ 4 ദിവസ യോഗത്തിൽ 3-ാമത്തെ ദിവസം വൈകുന്നേരം ഞാനിന്ന് ഓർക്കുന്നു, വെള്ളിയാഴ്ച ദിവസം, ആമേൻ, പൊതുവേദിയിൽ പറയാൻ പാടില്ല എങ്കിലും ഞാൻ പറയുക, ഒരു സിനിമ കണ്ടിട്ട് അന്ന് സിനിമ കാണുമായിരുന്നു. സിനിമ കണ്ടിട്ട് വളരെ സന്തോഷത്തോടെ വൈകുന്നേരം മീറ്റിങ്ങിന് പോകാം എന്ന് പറഞ്ഞ് വൈകുന്നേരം മീറ്റിങ്ങിന് വന്ന് കയറി ഹാളിൽ കയറിയപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനാൽ ദൈവം എന്നെ നിറച്ചു. എൻ്റെ ജീവിതത്തിൽ ആഴമായ ഒരു വ്യത്യാസം പരിശുദ്ധാത്മാവ് വരുത്തി. ആമേൻ. 2 പേരുടെ മുമ്പാകെ നിൽക്കുവാൻ ഞാൻ ലജ്ജിച്ച ഒരു വ്യക്തിയായിരുന്നു. അതിനുശേഷം പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ 8ാമത്തെ ഹോപ്പ് ഇൻ ജീസസിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പവർ ഇവാഞ്ചലിസത്തിൽ പങ്കെടുക്കുവാൻ ദൈവം സഹായിച്ചു. ആമേൻ. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി എൻ്റെ മേൽ കടന്നു വന്നു 2 പേരുടെ മുമ്പാകെ നിൽക്കുവാൻ ലജ്ജിച്ച എന്നെ ഇന്ന് കൃപയാൽ 80,000 90,000 വ്യക്തികളുടെ മുമ്പാകെ നിൽക്കുവാൻ ദൈവം 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 സഹായിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയണം, ഐ ആം പ്രൗഡ് ഓഫ് ബ്രദർ S.J. മനോമോഹൻ അങ്കിൾ. ആമേൻ. ഞാൻ ഇതുവരെ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടില്ല, പക്ഷേ I know the anointing that he carries. ഹോപ്പ് ഇൻ ജീസസിന്റെ പവർ ഇവാഞ്ചലിസം നടക്കുമ്പോൾ ഇതുപോലത്തെ ഒരു നാഡിയുടെ മൈക്കുണ്ട്, NADY. അതിന്റെ മൈക്ക്, ആ മൈക്കാണ് അങ്കിൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്. മീറ്റിംഗ് കഴിയുമ്പോൾ അതിന്റെ കവറിലിരിക്കുന്ന തുപ്പലുകൾ കഴുകുവാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് കഴുകി സ്പ്രേ ചെയ്ത് 2ാമത്തെ ദിവസം വയ്ക്കുന്ന ഞാനിത് കഴുകും. ഞാൻ പറയും, കർത്താവേ, ഇദ്ദേഹത്തിന്റെ മേലിരിക്കുന്ന അഭിഷേകത്തിന്റെ ഒരു പങ്ക് എൻ്റെ മേൽ അങ്ങ് പകരണം. 2 പേരുടെ മുമ്പാകെ നിൽക്കുവാൻ ധൈര്യമില്ല. എനിക്കൊരു ഒറ്റ ആഗ്രഹമുണ്ട്. അങ്കിള് വചനത്തിൽ നിന്ന് അങ്കിൾ ശുശ്രൂഷിക്കുന്ന കാണുമ്പോൾ വചനം സ്ക്രിപ്റ്റേഴ്സ് ആയിട്ട് ഇങ്ങനെ പറയുന്നത് കാണുമ്പോൾ എനിക്കൊരു ആഗ്രഹം. കർത്താവ്, അന്ന് പോലെ ഞാൻ പ്രാർത്ഥിക്കാം, പക്ഷേ അങ്കിളിനെ പോലെ എന്നെ ഒന്ന് പ്രയോജനപ്പെടുന്നു കുറച്ചെങ്കിലും. ആമേൻ. അങ്കിളുടെ ഷൂ എല്ലാം പോളിഷ് ചെയ്യുവാൻ ദൈവം എനിക്ക് ഭാഗ്യത്തെ നൽകിയിട്ടുണ്ട്. ഞാനൊന്നും പ്രാർത്ഥിക്കുവാൻ, കർത്താവേ, ഇദ്ദേഹത്തിന്റെ മേലുള്ള അഭിഷേകത്തിന്റെ പങ്ക് എൻ്റെ മേലൊന്ന് പകരണം. ആമേൻ. ആദ്യമായിട്ട് ഞാൻ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് തന്നെ ഹോപ്പ് ഇൻ ജീസസിന്റെ ശുശ്രൂഷയില്ല. ആമേൻ. കൊയറിൽ പാടുവാൻ അങ്കിൾ എനിക്ക് ഒരു അവസരം നൽകി. ആമേൻ. അതുപോലെ അനീഷ് ബ്രദർ, അന്ന് പാടുവാനെന്ന് അറിയത്തില്ല, പാടുമ്പോൾ സ്കെയിലൊക്കെ മാറും, ട്രാക്കെല്ലാം മാറും. അനീഷ് രാവിലെ മുതൽ വൈകുന്നേരം വരെ അതിൻ്റെ വീട്ടിലിരുന്ന് പാട്ടെല്ലാം പഠിപ്പിച്ച് ഇവിടെ വന്ന് വീണ്ടും ഞാൻ തെറ്റിക്കും. എന്നാൽ തെറ്റിച്ച് കൃപയാൽ ദൈവം ഇന്നയോളം നടത്തി. ഹല്ലേലൂയ. യേശു നല്ല ദൈവം. ആമേൻ. നിങ്ങളുടെ മുമ്പാകെ കഴിഞ്ഞ നാളുകളിൽ എല്ലാ സ്തോത്ര പ്രാർത്ഥനയും ഞാൻ ആഗ്രഹിക്കുമെന്ന് വന്ന് എൻ്റെ അനുഭവത്തെ ഒന്ന് പറയണം. എൻ്റെ ജീവിതത്തിൽ ഹോപ്പ് ഇൻ ജീസസിൽ കൂടെ ഞാൻ പ്രാപിച്ച നന്മ എനിക്ക് പറയുവാനിടയാകണം. കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 2.5 വർഷങ്ങൾക്ക് മുമ്പ് ഹോളി ഹോമിൽ നടന്ന യോഗത്തിൽ ഞാൻ അറ്റൻഡ് ചെയ്യുവാനിടയായി. അവൻ എൻ്റെ കയ്യിൽ ഒരു 2,000 രൂപ ഉണ്ടായിരുന്നു. 2,000 rupees എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞങ്ങൾ വിവാഹം കഴിഞ്ഞതിന് ശേഷം ചില കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ വെച്ചിരുന്ന പൈസ, ഞങ്ങൾക്ക് വളരെ ആവശ്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. പക്ഷേ അങ്കിൾ അന്നിങ്ങനെ പറയുകയുണ്ടായി, നീ കർത്താവിൻ്റെ ഭവനത്തെ പണിഞ്ഞാൽ ഞാൻ നിന്റെ ഭവനത്തെ പണി. ആമേൻ. ഹോപ്പ് ഇൻ ജീസസിന്റെ ആമേൻ പ്രത്യാശ കേന്ദ്രത്തിന്റെ നിർമ്മാണത്തോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം, കർത്താവേ, ആമേൻ, ഈ 2,000 രൂപ ഞാൻ കർത്താവിൻ്റെ വേലയ്ക്കായി കൊടുക്കാൻ പോകും. ഞാൻ അന്ന് എൻ്റെ കയ്യിൽ 2,000 രൂപ ഞാൻ ഇന്ന് ഓർക്കുന്നു. ഞാൻ അവിടെ റെസിപ്റ്റ് എഴുതി, പേര് പറഞ്ഞില്ല, എഴുതി കൊടുത്തിട്ട് അവിടെ നിന്ന് ഞാൻ വീട് വരെ നടക്കുമ്പോൾ ഞാൻ പറയും, കർത്താവേ, ഞാൻ വിതച്ചത് അവിടുത്തെ വേലയ്ക്ക്. ഇന്നയോളം എൻ്റെ ദൈവം ജയത്തോടെ നടത്തുക. ഹല്ലേലൂയ. ഞാൻ ഹോപ്പ് ഇൻ ജീസസിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ ഇത്രയും അവസരം നൽകിയ പ്രിയ അങ്കിളിനോടും ആമേൻ ബ്രദർ അനീഷിനോടും ഇവിടുത്തെ എല്ലാ ഭാരവാഹികളുടെ സ്നേഹത്തെ നന്ദി ഞാൻ അറിയിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. യേശു എന്നടിസ്ഥാനം
ആശ്രയവനിലത്രേ ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ബ്രദർ അനു ജേക്കബിനായിട്ട് എല്ലാവരും കർത്താവിനെ കാര്യങ്ങളെടുത്ത് സ്തുതിച്ചാട്ടെ. യേശുക്രിസ്തു എന്ന ഒറ്റ വ്യക്തിയിലൂടെ 12 അപ്പോസ്തലന്മാരെ 3.5 വർഷക്കാലം യേശു പഠിപ്പിക്കുകയും കൂടെ നടക്കുകയും ചെയ്തു. എന്നാൽ അതിൽ ഒരാൾ നഷ്ടമായി പോയി. ഒരാൾ നഷ്ടമായെങ്കിലും ആ 11 എന്നുള്ളത് 120 അപ്പോസ്തല പ്രവൃത്തികൾ അതിന്റെ 5-ാമത്തെയും 6-ാമത്തെയും അധ്യായങ്ങൾ വായിച്ചാൽ the apostles were scattered. അപ്പോസ്തലന്മാർ ചിതറിയപ്പോഴാണ് ലോകമെങ്ങും സുവിശേഷം നടന്നത്. അങ്ങനെ ദൈവം അനു ജേക്കബ് ബ്രദറിന്റെ ജീവിതത്തിൽ ഓപ്പൺ ജീസസ് മിനിസ്ട്രിയിലൂടെ ബ്രദർ ഓഗി ഡേവിഡിലൂടെയും ബ്രദർ എസ് ജെ മനോമോഹനിലൂടെയും ഒരു അത്ഭുതവും പരിശുദ്ധാത്മാവിന്റെ നിറവും കൊടുത്ത് ഇന്ന് അനേകർക്ക് ദൈവം ഒരു അത്ഭുതമാക്കി തീർക്കുമ്പോൾ ഓപ്പൺ ജീസസിന്റെ പാർട്ട്നേഴ്സും പ്രത്യേകിച്ച് ഞങ്ങളെ ലൈവായിട്ട് ഞങ്ങളുടെ വെബ് ടിവിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നിങ്ങൾ ഓർക്കുക, പ്രവാചകന്റെ അതേ പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കും. ഹല്ലേലൂയ. അദ്ദേഹത്തിനായിട്ട് എന്നും പ്രാർത്ഥിക്കുക. സൂര്യ ടിവിയിൽ 2ഉം 4ഉം ചൊവ്വാഴ്ചകളിൽ നമ്മുടെ പ്രോഗ്രാം ഉള്ളപ്പോൾ 1ഉം 3ഉം 5ഉം പ്രോഗ്രാമുകൾ അദ്ദേഹത്തിൻ്റെതാണ്. അത് കാണുകയും അതിലെ വചനം ശ്രവിക്കുകയും അതിനോടൊത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുക. പവർ വിഷനിൽ ശനിയാഴ്ച 10:30 ശരിയല്ലേ 10:30 എല്ലാ പവർ വിഷൻ ശനിയാഴ്ച 10:30 ഉണ്ട്. അതും കാണുക, ദൈവത്തിന്റെ വചനം കാണുകയും വിശ്വസിക്കുകയും ചെയ്യുക. അദ്ദേഹത്തിന്റെ ലവ് ആൻഡ് കമ്പാഷനേറ്റ് മിനിസ്ട്രീസിനായിട്ട് പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിനുള്ള നല്ല ഒരു യൂത്ത് ടീമിനായിട്ട് പ്രാർത്ഥിക്കുക. അവർക്ക് കൊടുത്തിരിക്കുന്ന മെക്കാനിസംസ്, അവർക്ക് കൊടുത്തിരിക്കുന്ന എക്വിപ്മെന്റ്സ് എല്ലാം യേശുവിന്റെ നാമത്തിനായിട്ട് ഉപയോഗിക്കുന്നതിനായിട്ട് സ്തോത്രം പറയുക. അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന മനോഹരിയായ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന മകൾക്കായിട്ട് പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിന്റെ പപ്പായും മമ്മിയും സഹോദരിയും സഹോദരിയുടെ ഭർത്താവുമായ അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. യേശു എന്നടിസ്ഥാനം ആശ്രയവനിലത്രേ ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. എല്ലാവരും പറഞ്ഞത് യേശുവിൻ അടിസ്ഥാനം, യേശുവിൻ അടിസ്ഥാനം ആശ്രയവനിലത്രേ ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ഈ കേട്ട എല്ലാ സാക്ഷ്യങ്ങളെയും ഓർത്ത് നമ്മളൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ആ പ്രാർത്ഥന നയിക്കുന്നത് പാസ്റ്റർ ഡോക്ടർ ബോബി മോസസ് ആണ്. ദൈവം അദ്ദേഹത്തെ നമ്മുടെ കൂട്ടായ്മയ്ക്ക് കൊണ്ടുവരികയും ഒരു മെഡിക്കൽ ഡോക്ടർ, MBBS ഡോക്ടർ ആണെങ്കിലും യേശുവിന്റെ ശക്തി മനസ്സിലാക്കുകയും രോഗികളെ കിട്ടിയാൽ പ്രാർത്ഥിക്കാൻ പറയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മുടെ ഷൊർണൂരിലുള്ള ചർച്ചിന്റെ പാസ്റ്റർ ഇൻചാർജ് ആയിട്ട് പ്രവർത്തിക്കുകയും അവിടുത്തെ മീറ്റിംഗ്സ് കോർഡിനേറ്റ് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ പ്രത്യാശ കേന്ദ്രത്തിൽ പാസ്റ്റർ അജി ജസ്റ്റിസിന്റെ കൂടെ അവർ രണ്ടുപേരും സഹോദരന്മാരാണ്. ഇന്ന് 3 സഹോദരന്മാര് നമ്മുടെ കൂടെ ഉണ്ട്. പാസ്റ്റർ അനി ജസ്റ്റിസ്, പാസ്റ്റർ അജി ജസ്റ്റിസ്, ഡോക്ടർ ബോബി മോസസ്. അവർ ഒരേ കുടുംബത്തിലെ അവർ കസിൻ ബ്രദേഴ്സ് ആണ്. ദൈവം അവരെ സ്നേഹിച്ച് വിളിച്ചത് ഓർത്തെ. യേശുവിന്റെ രക്തത്താൽ നമ്മൾ സഹോദരന്മാരാണ്. അല്ലാതെയും അവരുടെ പപ്പായടമാരുടെയും രക്തവും ഒന്നായതുകൊണ്ട് അവരെല്ലാം സ്നേഹിച്ച് അവർ 3 പേരും യേശുവിന്റെ നാമത്തെ ഉയർത്തുവാനായിട്ട് ഇന്ന് നമ്മോട് കൂടെ ഉണ്ട്. മീറ്റിംഗ് തീരുമ്പോൾ ഞാൻ പാസ്റ്റർമാരെ പരിചയപ്പെടുത്തും. അവർക്കെല്ലാം വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഡോക്ടർ ബോബി മുൻപോട്ട് വന്ന് പ്രാർത്ഥിച്ചു ഈ കേട്ട എല്ലാ സാക്ഷ്യത്തിന്റെ മഹത്വവും യേശുവിന് നൽകും.
യേശു എന്നടിസ്ഥാനം, ആശ്രയവനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നതിന് മുമ്പായി ഒരു ചെറിയ സാക്ഷ്യം കൂടി പറഞ്ഞിട്ട് യേശുവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാത്തിനുപരിയായി എന്നെ ദൈവത്തിന്റെ മകനാക്കുവാന് കൃപ തന്ന് അവന്റെ സ്നേഹത്താൽ നിറച്ച് എന്നെ ഇവിടെ അവന്റെ നാമത്തിന് മഹത്വപ്പെടുത്തുവാനായി നിർത്തിയിരിക്കുന്ന ദൈവത്തെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. എത്ര പറഞ്ഞാലും ഇവിടെ ഇങ്ങനെ ഒരു താങ്ക്സ് ഗിവിംഗ് മീറ്റിംഗ് വെക്കുമെന്ന് പറഞ്ഞത് തൊട്ടേ ഞാൻ കർത്താവിന്റെ ജീവിതത്തിൽ ചെയ്ത ഓരോ കാര്യങ്ങളെയും ഒരു ദിവസം എന്നെ നടത്തിയ വിധത്തെയും ഓർത്തപ്പോൾ അവന് നന്ദി പറയാതെ വേറെന്ത് ചെയ്യും? വേറെ ഒന്നും ചെയ്യുവാനില്ല എന്ന് മനസ്സിലായി. There's nothing that we can do but to thank him because he is our God. അവൻ നമ്മുടെ പിതാവാണ്, നിത്യപിതാവാണ്. നമ്മളെ സ്നേഹത്താൽ വിളിച്ചിരിക്കുകയാണ്, ദൈവമക്കളാകുവാൻ വിളിച്ചിരിക്കുകയാണ്, അവന്റെ കൃപയാൽ നമ്മളെ വിളിച്ചിരിക്കുകയാണ് എന്ന് ഓർത്ത് ഞാൻ അവനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവനാമ മഹത്വത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഓ താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ, നന്ദി. 1000 നാവുകൾ തന്ന് അങ്ങേക്ക് നന്ദി പറഞ്ഞാലും, ഈ ലോകത്തിൽ എത്ര നന്ദി പറഞ്ഞാലും, അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആയുസ് മുഴുവനും അങ്ങേക്ക് നന്ദി പറഞ്ഞാലും കർത്താവേ അത് പോരാ. വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ എപ്പോഴും കർത്താവേ ദൂതന്മാരും ഹല്ലേലൂയ the elders-ഉം the 4 living creatures അവരെല്ലാം അങ്ങയുടെ മുൻപാകെ എപ്പോഴും മഹാപരിശുദ്ധൻ അങ്ങയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങയുടെ സ്തുതി ഗീതങ്ങൾ പാടിക്കൊണ്ട് എപ്പോഴും നിത്യതയിലേക്ക് ഞങ്ങളെ വിളിച്ചിരിക്കുന്നതുകൊണ്ട് നന്ദി കർത്താവേ. ആ നിത്യജീവന്റെ അവകാശികളായി ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് കൊണ്ട് നന്ദി കർത്താവേ. ഓ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട്, ഞങ്ങളെ മക്കളെ പോലെ, അങ്ങയുടെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ ഞങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞങ്ങളെങ്കിൽ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. താങ്ക് യു ഫാദർ, താങ്ക് യു ജീസസ്. പാപത്തിന്റെ ചേറിലായിരുന്ന, പാപക്കുഴിയിലായിരുന്ന ഞങ്ങളെ എല്ലാരെയും അങ്ങ് വിളിച്ച് വേർതിരിച്ച് കർത്താവേ ഹല്ലേലൂയ അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായി ഞങ്ങളെ ഉപയോഗിക്കുന്നതുകൊണ്ട് നന്ദി കർത്താവേ. Oh, thank you, Father. Even from the day we were born, ഞങ്ങൾ ജനിച്ച ദിവസം തൊട്ട് കർത്താവേ, ഞങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ ആയിരിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവേ അങ്ങ് ഞങ്ങളെ അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. We thank you, Father. We thank you, Father. ഞങ്ങൾക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ കർത്താവേ ഞങ്ങൾ നോക്കുമ്പോൾ അങ്ങയുടെ കരം ഞങ്ങളുടെ മേലിരുന്നത് കൊണ്ട് നന്ദി. Oh, we thank you because your love is so much. ഓ അങ്ങേ സ്നേഹത്തിന്റെ മുന്നിൽ ഞങ്ങൾ ഒന്നുമല്ല കർത്താവേ, we are nothing. എന്നാലും ആ സ്നേഹത്തിന്റെ ഒരു പങ്ക് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങ് പകർന്നു തന്നത് കൊണ്ട്, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പകർന്നു തന്നതുകൊണ്ട് നന്ദി കർത്താവേ. We thank you, Father. We thank you for all the lives that have been touched through this ministry. ശുശ്രൂഷയിലൂടെ കർത്താവേ അങ്ങ് തൊട്ടിരിക്കുന്ന എല്ലാ ജീവിതങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. Thank you, Father. Thank you, Father, because you are Lord. അങ്ങ് ദൈവമായിരിക്കുന്നത് കൊണ്ട്, because you are the Lord of Lords, the King of Kings. We give you all the glory. We thank you, Father. അങ്ങ് അങ്കിളിന്റെ മേൽ കൊടുത്തിരിക്കുന്ന വലിയ അഭിഷേകത്തിനെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. വിശ്വസ്തനായി അങ്ങയുടെ കൂടെ ഇരിക്കുവാന് അങ്ങ് കൊടുത്തിരിക്കുന്ന കൃപയോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. എത്രയോ കാര്യപ്രയാസങ്ങളിലും അനർത്ഥങ്ങളുടെ മധ്യേ നടന്നു പോയപ്പോഴും കർത്താവേ അങ്ങയുടെ വലത് കരം അങ്ങളുടെ മേലിരുന്ന് അങ്ങളുടെ മേൽ വഴി നടത്തിയത് കൊണ്ട് ഹല്ലേലൂയ വിശ്വസ്തയോടെ അങ്ങയോട് ഇരിക്കുവാന് അങ്ങ് ചെയ്ത കൃപയോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നു, ആ വിശ്വസ്തതയെ ഞങ്ങൾക്ക് തരണം. അങ്ങയിൽ വിശ്വസ്തരായിരിക്കുവാന് അങ്ങ് പറയുമ്പോൾ, ഓ വിശ്വസ്തനായ ദാസനെ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം ആ വിശ്വസ്തതയിൽ നടക്കുവാന് ഞങ്ങൾക്കും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് ചെയ്യുന്നത് കൊണ്ട് നന്ദി കർത്താവേ, ഈ നന്ദി കർത്താവേ. Because the world and all its passions is going away, but only that which remains is from you, Father. അങ്ങിൽ നിന്നും ഉള്ളത് മാത്രമേ ഇനി നിൽക്കുള്ളൂ. Thank you, Jesus. Thank you, Father. We give you all the glory.
because you're worthy of all glory, you're worthy of all praise, you're worthy of all honor, because you're seated on the heavens in glory and in majesty. ഓ അങ്ങ് ആകാശത്ത് എല്ലാ മഹത്വത്തോടെ ഇരിക്കുന്നത് കൊണ്ട് കർത്താവേ, because heaven is your throne and earth is your footstool, and your thoughts are higher than our thoughts and your ways are higher than our ways. Thank you, Father. അങ്ങ് ചെയ്ത എല്ലാ കൃപകളെയും എല്ലാ നന്മകളെയും ഓർത്ത് ഞങ്ങൾ ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, 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 ആമേൻ. എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. We have come to the most important time. വചനം കേൾക്കുന്നതിന് മുൻപേ ഒരു 5 മിനിറ്റ് നമ്മൾ ദൈവത്തെ ആരാധിക്കാനായിട്ട് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കുറച്ച് നേരം കൂടെ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും നല്ല എന്തോ ഒരു ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് അറിയത്തില്ല, ബിരിയാണി ആണോ ചോറാണോ എന്ന് അറിയത്തില്ല. എന്തായാലും എല്ലാവർക്കും ഫുഡുണ്ട്. എല്ലാവരുടെ ശരീരമൊക്കെ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും നനയ്ക്ക്, എല്ലാവരും ശരീരമൊക്കെ നനയ്ക്കും. ഓക്കെ, അതിനേക്കാളും എളുപ്പം അടുത്ത് നിൽക്കുന്ന ആളുകൾ എല്ലാവരും ഇത് പരിചയപ്പെട്ടെ. അടുത്ത് നിൽക്കുന്ന ആളുകളെല്ലാം പരിചയപ്പെട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ ഒന്ന് പറഞ്ഞ്, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു എന്നൊരു ഷേക്കിൻ്റെ ഒക്കെ കൊടുത്തേ. അടുത്ത് നിൽക്കുന്നവർ എല്ലാവരും ഒന്ന് പരിചയപ്പെടുകയും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നൊക്കെ പറഞ്ഞാട്ടെ. ഓരോ സ്തോത്ര പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴും എൻ്റെ ജീവിതത്തിലും എൻ്റെ യേശു ക്രിസ്തു തീർച്ചയായിട്ടും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം ദൈവം ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തു. ഇപ്രാവശ്യം ദൈവം വീണ്ടും അത്ഭുതങ്ങൾ ചെയ്തു. ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ദൈവം അനുഗ്രഹിച്ചു. ഭൗതികമായിട്ട് പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ് ഞങ്ങളൊരു 1 വർഷം തികയുന്ന സമയത്ത് ഞാനും എൻ്റെ പപ്പ എന്ന് പറയുന്ന മുല്ലക്കര സാറും ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾ 3 പേരും കൂടെ ഗുജറാത്തിൽ ഒരു ശുശ്രൂഷയ്ക്ക് പോയി. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭാഷ അറിയില്ലെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവചന വരങ്ങൾ ഉപയോഗിച്ച് അവരുടെ ഉള്ളിൽ പിശാച് കൊണ്ടിട്ടിരിക്കുന്ന പാപങ്ങൾ കൗൺസിലിങ്ങിലൂടെ ദൈവം പറയുന്നതനുസരിച്ച് പറയുകയും അതിനായിട്ട് അവരൊരു പാപക്ഷമ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് വരികയും അവർക്ക് അത്ഭുതം ചെയ്യുകയും അങ്ങനെ ഒരു ദിവസം ഉണ്ടായിരുന്നു. അന്ന് ദിവസം വൈകുന്നേരം ഞങ്ങൾ 3 പേരും മാത്രമായിട്ട് കുറച്ചു നേരം ഇരുന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. അങ്ങനെ ഒത്തിരി നേരം പ്രാർത്ഥിച്ചു. പപ്പ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ദൈവമേ, അനീഷ്മോനും ഗ്രീഷ്മോമൊക്കും ഒരു നല്ല കുഞ്ഞിനെ ദൈവം അനുഗ്രഹിച്ച് നൽകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അതൊരു മെയ് മാസം അവസാനത്തിലാണ് പ്രാർത്ഥിച്ചത്. മെയ് മാസം ബോംബെയിലും ഗുജറാത്തിലും ഞങ്ങൾ ഒരുമിച്ച് പോയിട്ട് മെയ് മാസം അവസാനം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പപ്പ പറഞ്ഞു, സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ഗ്രീഷ്മ പ്രഗ്നന്റ് ആകും, ദൈവം മനോഹരമായിട്ട് ഒരു കുഞ്ഞിനെ ദൈവം തരും എന്ന് പറഞ്ഞു. ഞങ്ങളത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും സന്തോഷത്തോടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുകയും ചെയ്തു. സെപ്റ്റംബർ മാസം വിചാരിച്ചതുപോലെ ദൈവം വിശ്വസ്തനായതുകൊണ്ട് മെഡിക്കൽ ടെസ്റ്റ് നടത്തിയപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ തന്നെ 16-ാം തീയതി ഗ്രീഷ്മയുടെ പീരീഡ്സ് അവസാനിക്കുകയും ഗ്രീഷ്മ പ്രഗ്നന്റ് ആണെന്ന് കൺഫേം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം എല്ലാ ദിവസവും പപ്പ വിളിച്ച് പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ ഹോപ്പ് ഇൻ ജീസസിലെ പാസ്റ്റർമാരും ദൂരെ ആയിരിക്കുന്ന പാസ്റ്ററായാലും അനി ജസ്റ്റിസ് പാസ്റ്ററായാലും എല്ലാവരും അതിനുവേണ്ടി ചേർത്ത് പ്രാർത്ഥിക്കുകയും ഒത്തിരി ഗ്രീഷ്മയ്ക്കായിട്ട് പ്രാർത്ഥിക്കുകയുണ്ടായി. എല്ലാവരുടെയും പ്രാർത്ഥന വിഷയം ഒന്ന് മാത്രമായിരുന്നു, ഗ്രീഷ്മയ്ക്ക് ഒരു തുള്ളി വേദന പോലും വരാതെ പ്രസവിക്കണം. പ്രസവ വേദന ഗ്രീഷ്മ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മുടെ എല്ലാ പാസ്റ്റർമാരും ആത്മാഭിഷേകം ശുശ്രൂഷയുള്ള എല്ലാ പാസ്റ്റർമാരും പ്രാർത്ഥിക്കുകയുണ്ടായി. അങ്ങനെ പ്രാർത്ഥിക്കുന്നതിന്റെ ഫലമായി ദൈവത്തെ കുഞ്ഞിന് നല്ല വളർച്ച കൊടുത്തു. സ്കാനിങ്ങിലൊന്നും ഒരു പ്രോബ്ലവും ഇല്ലായിരുന്നു. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പില് ദൈവം നല്ല വളർച്ച കൊടുത്തുകൊണ്ടേയിരുന്നു. പ്രസവത്തോട് അടുത്തുള്ള അവസാനത്തെ ഒരു സ്കാനിങ് സമയത്ത് ഡോക്ടർ പറഞ്ഞു, കുട്ടിയുടെ ഹെഡ് വിചാരിച്ചതുപോലെ തിരിഞ്ഞു വന്നില്ല, അതുകൊണ്ട് ചിലപ്പോൾ സിസേറിയന് പോകേണ്ടി വരുമായിരിക്കും എന്ന് പറഞ്ഞു. അതറിഞ്ഞ ഉടൻ തന്നെ എൻ്റെ ഡാഡിയും എൻ്റെ പപ്പായും 2 ശക്തനായ ദേവദാസന്മാരും ഇതിനുവേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. 2 പേരും അടുത്ത ദിവസം തന്നെ ഗ്രീഷ്മയെ വിളിച്ചു പറഞ്ഞു, മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, കുട്ടിയുടെ ഹെഡ് നോർമൽ പൊസിഷനിൽ യേശു ആക്കി എന്ന് പറഞ്ഞു. അടുത്ത ദിവസം വീണ്ടും ഡോക്ടറിനെ ചെന്ന് കണ്ടപ്പോൾ ഡോക്ടറിന് തന്നെ അത്ഭുതം വരത്തക്ക രീതിയിൽ പറഞ്ഞു, കുട്ടിയുടെ ഹെഡിന്റെ പൊസിഷൻ നോർമലായി, നോർമൽ ഡെലിവറി തന്നെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നോർമൽ ആയിരിക്കും എന്ന പ്രതീക്ഷയിൽ 25-ാം തീയതി ജൂൺ 25 എനിക്ക് ബാംഗ്ലൂരില്
വൺ ഓഫ് ദ ബെസ്റ്റ് ഡോക്ടേഴ്സ്, ബാംഗ്ലൂരിലെ ഏറ്റവും തിരക്കേറിയ ഡോക്ടർ ആയിരുന്നു നോക്കിയത് അവളെ. അവരെഴുതി തന്നു ജൂൺ 25. അപ്പൊ ഞാൻ എന്നും പ്രാർത്ഥിക്കും, ദൈവമേ അങ്ങ് വിശ്വസ്തനാണെങ്കിൽ ജൂൺ 25 തന്നെ എനിക്ക് ഒരു മകനോ മകളോ ജനിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ ഒരു അപ്പനാകാനുള്ള ഒരു ആകാംക്ഷ, ഒരു എക്സൈറ്റ്മെന്റ് കാരണം ഞാൻ ഓരോ ദിവസവും ബാംഗ്ലൂരിലായിരിക്കുമ്പോൾ ഗ്രീഷ്മയെടുത്ത് ചോദിക്കും, എന്തെങ്കിലും വേദന ഉണ്ടോ? ചിലപ്പോൾ ഞാൻ പറയും 20-ാം തീയതി ആയിരിക്കും. അപ്പൊ ഞാൻ പറയുന്നത് അവള് വിചാരിക്കും ദൈവദാസനല്ലേ പറയുന്നത്, ചിലപ്പോൾ അതുപോലെ ആയിരിക്കാം. എന്നാൽ ഞാൻ പറഞ്ഞു, അത് എന്റെ അപ്പനാകാനുള്ള ഒരു ഹൃദയമാണ്, ദൈവത്തിന്റെ ഒരു ആലോചന അല്ലായിരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ 20-ാം തീയതിയായി, 21-ആയി, 22-ആയി, 23-ആയി, ഒരു വേദനയുമില്ല. 23-ാം തീയതി ആകുന്നതിന് തൊട്ടു മുൻപേ ഞങ്ങളുടെ കൂടെയുള്ള ഒരു പാസ്റ്റർ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവം അദ്ദേഹത്തിന്റെ വിഷനിൽ 6 ദിവസം ഇതിനൊരു താമസമുണ്ടാകും എന്ന് പറയുകയും ചെയ്തു. ഉടനെ തന്നെ ഗ്രീഷ്മ എന്നെ വിളിച്ചു പറയുകയും ഞാൻ ഡാഡിയെ വിളിച്ചു പറയുകയും പപ്പായും എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. ആ ദിവസം ഞാൻ തിരിച്ച് ബാംഗ്ലൂരിൽ, ഞാൻ എറണാകുളം ടൗൺ ഹാളിൽ പ്രസംഗിച്ചിട്ട് ഞാൻ ബാംഗ്ലൂരിലേക്ക് തിരിച്ചൊരു വോൾവോ ബസ്സിൽ പോകുമ്പോൾ ഞാൻ ഇതിനു വേണ്ടി ഒത്തിരി നേരം ഞാൻ പ്രാർത്ഥിച്ചു. വേറൊന്നും ഞാൻ പ്രാർത്ഥിച്ചില്ല. 25-ന് തന്നെ ഡെലിവറി നടക്കണം. ഒരു ദിവസം പോലും എൻ്റെ കുഞ്ഞ് എൻ്റെ ഭാര്യയുടെ വയറ്റിൽ താമസിക്കാൻ പാടില്ല. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം എനിക്കൊരു വിഷനിൽ ജൂൺ 25 എന്ന് എഴുതി കാണിച്ചു. അപ്പോൾ ഞാൻ ഉടനെ മാനുഷികമായിട്ട് ചിന്തിച്ചു, ഞാനൊരു ആത്മീയ ശുശ്രൂഷ കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിലും ഒരു പക്ഷേ എൻ്റെ ഉള്ളിലുള്ള ജഡം, ഒരു അപ്പനാകാൻ മോഹമുള്ള ഒരു ജഡം, ഒരു ചിന്ത നൽകിയതാണോ ജൂൺ 25? അപ്പൊ അങ്ങനെ ഒരു സംശയം എൻ്റെ ഉള്ളിൽ വന്ന ഉടൻ തന്നെ പരിശുദ്ധാത്മാദൈവം എനിക്ക് അടുത്തൊരു വിഷൻ കാണിച്ചു. ഒരു വലിയ ടാങ്കർ ലോറി മറിഞ്ഞു കിടക്കുന്നു. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഈ വിഷനും ഇതും തമ്മിൽ എന്താ ബന്ധം? എന്റെ പ്രാർത്ഥന കുറവാണോ, അതോ പിശാച് എനിക്ക് തെറ്റായ ദർശനങ്ങൾ തരുന്നതാണോ എന്ന് ഞാൻ ചോദിച്ചൊരു 3 സെക്കൻഡ്സിനകത്ത് തന്നെ എന്റെ വോൾവോ ബസ് പാലക്കാടുള്ള ടെറൈൻ പാസ് ചെയ്യുമായിരുന്നു. ആ പാലക്കാടുള്ള ടെറൈൻ കയറുന്ന ഞാൻ വിഷനിൽ കണ്ട അതേ ടാങ്കർ ലോറി അവിടെ മറിഞ്ഞു കിടക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പൊ ദൈവം പറഞ്ഞു, this is to prove that I am the one who spoke to you that your wife will deliver on June 25th. ഞാൻ വിശ്വസിച്ചു. ഞാൻ ഉടനെ തന്നെ ഗ്രീഷ്മയെ വിളിച്ചു പറഞ്ഞു, ദിസ് ഇസ് ദ പ്രോമിസ്. നീ നോക്കിക്കോ, യേശു അത് ചെയ്തു തരും. നമ്മൾ പ്രാർത്ഥിക്കുവാൻ ഉദ്ദേശിച്ചാണ് ആ പാസ്റ്ററിന് അങ്ങനെ ഒരു ഡിജിറ്റ് കിട്ടിയത്. നമ്മൾ കൂടുതലായിട്ട് യേശുവിനോട് ചേരാനുണ്ടായിരിക്കും, നമ്മൾ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും, കൂടുതലായിട്ട് വചനം വായിക്കുവാനും കൂടുതലായിട്ട് യേശുവിൽ വിശ്വസിക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നുണ്ടാകും. അതുകൊണ്ടായിരിക്കും ദൈവം അങ്ങനെ ഒരു പ്രവചനം തന്നത്. 23-ാം തീയതി വൈകുന്നേരം ഗ്രീഷ്മ ഡോക്ടറിനെ കാണാൻ പോയി. ഡോക്ടർ ചോദിച്ചു, ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വേദനയുണ്ടോ? അപ്പൊ അവള് സത്യസന്ധമായിട്ട് പറഞ്ഞു, ഒരു വേദനയും ഇല്ല എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അഡ്മിറ്റ് ചെയ്യേണ്ട, തിരിച്ചു പൊയ്ക്കോളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി, അടുത്ത പ്രാർത്ഥന ഡോക്ടറിന് വേണ്ടി പ്രാർത്ഥിക്കണം. വേദന ഇല്ലെങ്കിലും ഡോക്ടർ അഡ്മിറ്റ് ചെയ്താലേ 25-ന് പ്രസവിക്കാൻ ഒക്കത്തുള്ളൂ. ഞാൻ ഡോക്ടറിനായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. എൻ്റെ ഡാഡിയും പ്രാർത്ഥിച്ചു, എൻ്റെ പപ്പായും പ്രാർത്ഥിച്ചു, ഞങ്ങൾ 3 പേരും അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അടുത്ത ദിവസം പോയപ്പോൾ അതേ ഡോക്ടർ ചോദിച്ചു, വേദന വല്ലതും ഉണ്ടോ ഗ്രീഷ്മ? അപ്പൊ ഗ്രീഷ്മ പറഞ്ഞു, ഒരു വേദനയും ഇല്ല. ഡോക്ടർ വേദനയില്ലാന്ന് കേട്ടതുള്ളൂ, ഉടനെ ഈ കുട്ടീനെ അഡ്മിറ്റ് ചെയ്യണം എന്ന് ഡോക്ടർ അങ്ങ് പറഞ്ഞു. വേദന ഇല്ലായിരുന്നിട്ടും ഗ്രീഷ്മയെ ദൈവം അഡ്മിറ്റ് ചെയ്യിപ്പിച്ചു. 24-ന് ഒരു പെയിനും ഇല്ല, 25-നും രാവിലെ ആയിട്ടും ഒരു പെയിനും ഇല്ല. 8 മണി ആയപ്പോഴത്തേക്ക് പെയിൻ ഇല്ലാതിരുന്നിട്ടും ഡോക്ടർ വന്ന് കണ്ട ഉടൻ പറഞ്ഞു, നേരെ ഈ കുട്ടിയെ ലേബർ വാർഡിലേക്ക് കൊണ്ടുപോയിക്കോളൂ, ഒരു വീൽ ചെയറൊക്കെ ആയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഗ്രീഷ്മ പറഞ്ഞു, വേണ്ട, ഞാൻ നടന്നോളാം, എനിക്ക് ഒരു വേദനയും ഇല്ല. ഡോക്ടർ പറഞ്ഞില്ല, വേണ്ട, വീൽ ചെയറിലിരുന്ന് പൊയ്ക്കോളൂ. അങ്ങനെ വീൽ ചെയറിൽ കൊണ്ടുപോയി ഒരു ടെമ്പററി ലേബർ വാർഡിൽ കൊണ്ട് കിടത്തുകയുണ്ടായി. 12 മണിയായപ്പോൾ ഒരു ചെറിയ നടുവേദന വന്നു. ഗ്രീഷ്മ പറഞ്ഞു, ഒരു ചെറിയ നടുവേദന വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർമാരെല്ലാം ഓടിക്കൂടി, ഓക്സിജൻ സിലിണ്ടറും. എനിക്കാണെങ്കിൽ റൂമിന്റെ പുറത്തിരിക്കുമ്പോൾ ഞാനും എൻ്റെ ഡാഡിയും ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഗ്രീഷ്മ എൻ്റെ അടുത്തില്ലാതെ, അല്ലെങ്കിൽ എനിക്ക് പ്രാർത്ഥിച്ച് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ, എന്നിൽ നിന്നും ദൂരെ ആയിരിക്കുന്ന അവസ്ഥ, ഞാൻ വളരെ വിഷമത്തോടെ ഇരിക്കുമായിരുന്നു. ഡോക്ടർമാരൊക്കെ ഓടിക്കൂടുന്നു, എല്ലാവരും ഓക്സിജൻ സിലിണ്ടർ അതുമായിട്ടൊക്കെ പോകുന്നു. ഒരു 12:30 ആയപ്പോഴത്തേക്ക് വേദന കൂടി. ഡോക്ടർ പറഞ്ഞു, ലേബർ റൂമിലേക്ക് സ്ട്രെച്ചറിൽ എടുത്തുകൊണ്ട് പോകാം. ഗ്രീഷ്മ പറഞ്ഞു, വേണ്ട, ഞാൻ നടന്നു വന്നോളാം എന്ന് പറഞ്ഞിട്ട് ആ ഹോസ്പിറ്റലിൽ കൊടുത്തിരിക്കുന്ന ആ വേഷം വിട്ട് അവൾ നടന്നു പോയി ലേബർ റൂമിന്റെ അകത്ത് കയറി. 10 മിനിറ്റിന്റെ അകത്ത് 12:40 ആയപ്പോ ഒരു വേദനയില്ലാത്ത പ്രസവം എന്റെ യേശു ജൂൺ 25 നൽകി. യേശു വിശ്വസ്തൻ. പ്രവചനം വന്നത് ഹെസക്കിയ രാജാവിനടുത്ത് ദൈവത്തിന്റെ വലിയ പ്രവാചകൻ യെശയ്യാവ് പറഞ്ഞു, 15 days you will die, prepare your house. 15 ദിവസം
നിന്റെ ഭവനത്തെ നീ ഒരുക്കിക്കൊള്ളുക. എന്നാൽ അതിനിടയ്ക്ക് ഹെശയ്യാവ് ഒന്ന് മുഖം തിരിച്ച് മതിലിനോട് ചേർന്ന് പ്രാർത്ഥിച്ചത് കാരണം ഇതേ പ്രവാചകൻ തിരിച്ച് ആ രാജാവിന്റെ കൊട്ടാരം വിടുന്നതിന് മുൻപേ തിരിച്ചു വന്ന പ്രവാചകൻ പറഞ്ഞു, 15 years are added to you. ആമേൻ. പ്രവചനം തെറ്റിയതല്ല, നമ്മൾ പ്രാർത്ഥിക്കുവാൻ ദൈവം ഉദ്ദേശിച്ചു. നമ്മൾ യേശുവിനോട് കൂടെ ചേരുവാൻ, ഞാനും എൻ്റെ ഭാര്യയും ചേരുവാൻ യേശു ഉദ്ദേശിച്ചു കാണും. ദൈവത്തിന്റെ ഒരു വലിയ അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് എനിക്ക് തന്നെ മനസ്സിലാക്കുവാനും വിശ്വസിക്കാനും കർത്താവ് ചെയ്തു. ജൂൺ 25 മനോഹരമായ ഒരു ബേബി ഗേൾ ദൈവം തന്നു. പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് പെൺകുട്ടി ആയിരിക്കും. എല്ലാവരും ആഗ്രഹിക്കുന്ന ആൺകുട്ടികളാണ്. കാരണം അപ്പൻ പ്രാസംഗികനാണ്, മകനും പ്രാസംഗികനാണ്. അപ്പൊ അടുത്ത തലമുറയും ഇനി മകനായാലല്ലേ പ്രസംഗിക്കാൻ ഒക്കത്തുള്ളൂ എന്നൊക്കെ ആലോചിക്കുമ്പോൾ കർത്താവിന്റെ പദ്ധതികൾ നമ്മുടെ പദ്ധതികളെക്കാളും ഉയർന്നത്. ആമേൻ. ഞാൻ കുട്ടി ജനിച്ച അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവർക്ക് 25 വയസ്സ് തികയുമ്പോൾ നല്ല എന്നെക്കാളും 100 ഇരട്ടി അഭിഷേകമുള്ള ഒരു മരുമകന് എനിക്ക് തരണം. ഞാനും ആ മരുമകന് ഒരുമിച്ച് കർത്താവിന്റെ സുവിശേഷം. ഇറ്റ് ഈസ് ഫോർ ജീസസ്. കർത്താവിനായിട്ടാണല്ലോ നമ്മളിതെല്ലാം ചെയ്യുന്നത്. അന്ന് മുതലേ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്ത് പേരിടണം എന്ന് പണ്ടേ ആലോചിക്കുമ്പോൾ പെൺകുട്ടിയാണെങ്കിൽ ദൈവം തന്നെ ഞങ്ങൾക്കൊരു പേര് തന്നായിരുന്നു, കാരിസ, CARISA. ഒറിജിനൽ ബൈബിളിൽ, ഗ്രീക്ക് ബൈബിളിൽ നമ്മൾ മലയാളത്തിൽ കൃപ എന്നും ഇംഗ്ലീഷിൽ ഗ്രേസ് എന്നും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഒറിജിനൽ ബൈബിളിൽ എൻ്റെ അർത്ഥം ടു ഹിസ് ബിലവഡ് എ ഗിഫ്റ്റ് കോൾഡ് ഗ്രേസ് എന്നാണ് കാരിസ എന്ന വാക്കിന്റെ അർത്ഥം. തന്റെ പ്രിയന് ഒരു ദാനമായി നൽകുന്നതാണ് ദൈവ കൃപ. ആമേൻ. ദൈവകൃപ എല്ലാവർക്കും ഇല്ല, തന്റെ പ്രിയന്മാർക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് സുവിശേഷം ലോകമെങ്ങും എത്തിയിട്ടും കുറച്ചുപേർ മാത്രം യേശുവിനെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും മറ്റുള്ളവർ ലോകത്തിന്റെ പുറകെയും പോയത്. ദൈവം അന്നു മുതൽ ഇന്നിപ്പോൾ 1 മാസം വരുന്നു, ഒരു പനി പോലും വരാതെ, ഒരു വയറുവേദന പോലും ആ കുഞ്ഞിന് വരാതെ ദൈവം പൊന്നുപോലെ കാക്കുന്നു. കാരണം 2 അഭിഷക്തരുള്ള കുടുംബമായിരിക്കാം. ദേവസ്യ മുല്ലക്കര സാറിനെയും ബ്രദർ എസ് മനോമോനെ ദൈവം ഒരുമിച്ച് അനുഗ്രഹിച്ച് ദാനമായി നൽകിയ കുഞ്ഞിനെ ദൈവം നോക്കും എന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ദൈവം പൊന്നുപോലെ നോക്കുന്നു. ആ വലിയ അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ യേശുവിനെ ഒന്ന് സ്തുതിക്കുന്നു. നിങ്ങളും എന്നോട് ചേർന്ന് കരങ്ങൾ ഉയർത്തി ഒന്ന് യേശുവിനെ സ്തുതിച്ചാട്ടെ. ഇതൊരു ഭൗതികമായിട്ടുള്ളൊരു അനുഗ്രഹം. ആത്മീയമായിട്ടാണ് എനിക്ക് സന്തോഷമുള്ളത്. ദൈവം ബാംഗ്ലൂരിലുള്ള ശുശ്രൂഷയെ ഇരട്ടിയാക്കി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ബാംഗ്ലൂരിലെ 2-3 പേരൊക്കെ എനിക്ക് ഈ കൂട്ടത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. ആരെയും ഇനി മുൻപോട്ട് വിളിച്ച് സമയം ഞാൻ കളയുന്നില്ല. അവിടെ വന്ന് പരിശുദ്ധാത്മാവിന് അഭിഷേകം കിട്ടുകയും 25 വർഷമായിട്ട് മൈഗ്രെയിൻ തലവേദന ഒറ്റ നിമിഷം കൊണ്ട് ദൈവം മാറ്റിയ എൻ്റെ ബാംഗ്ലൂർ ചർച്ചിൽ വരുന്ന എൻ്റെ സൺഡേ സ്കൂളിൻ്റെ ഫുൾ ചാർജുള്ള ഒരു സഹോദരിയുണ്ട്. ആ സിസ്റ്റർ തന്നെയാണ് ഞങ്ങളുടെ ബാംഗ്ലൂരിലൊരു ന്യൂസ് ലെറ്റർ എഴുതുകയും അതിൻ്റെ തയ്യാറെടുപ്പുകയും അങ്ങനെ ദൈവം അനുഗ്രഹിച്ച് അവിടെയും ദൈവം അഭിഷക്തന്മാരെ തന്നുകൊണ്ടിരിക്കുന്നു. ഈ വർഷം ആദ്യം ഞങ്ങൾ ബാംഗ്ലൂരിലുള്ള എനിക്കൊരു 10-15 നല്ല യുവ സഹോദരന്മാരുണ്ട്. അവരെല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ ഉണ്ട്. കർത്താവിന്റെ കാര്യത്തിൽ ഒരിക്കലും അവർ പിൻപോട്ട് പോവുകയില്ല. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു, എം വച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ദൈവം നിങ്ങൾക്കൊരു ചർച്ച് തരും. ഞങ്ങൾ ആലോചിച്ചു, എം വച്ച് കർത്താവ് എവിടെ സ്റ്റാർട്ട് ചെയ്യുക? മൈസൂറാണ് തൊട്ടടുത്തുള്ളത്. അവിടെയൊന്നും പോകാനൊക്കത്തില്ല. കാരണം ശക്തമായ BJP RSS കോട്ടയാണ്. അവിടെ ചർച്ച തുടങ്ങിയാൽ ആകെ പ്രയാസമാകും എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ മാർച്ച് മാസം അവിടെ ഒരു മീറ്റിംഗ് ദൈവം തന്നു. ഏപ്രിൽ വീണ്ടും തന്നു, മെയ്യിൽ വീണ്ടും തന്നു. ജൂൺ മാസം കർത്താവ് മൈസൂരിൽ നമ്മുടെ ഒരു ചർച്ച ദൈവം തുടങ്ങി. ആമേൻ. ആദ്യത്തെ ദിവസം ഫസ്റ്റ് ഡേ 50 പേര് കടന്നു വന്നു. 50 പേര് ഫസ്റ്റ് ഡേ കടന്നു വന്നു. ആ 50 പേര് കടന്നു വന്നപ്പോൾ അന്ന് ഒരു അംബാസിഡർ കാറിൽ ഒരു നടക്കുവാൻ കഴിയാത്ത 28 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയെ അവർ കൊണ്ടുവന്നു. അവരൊരു കസേരയിൽ ഇരുത്തിക്കൊണ്ടുവന്നു. അവർക്ക് മസിൽ ഡിസ്ട്രോഫി കാരണം മസിൽസ് തളർന്നുപോയി എഴുന്നേറ്റ് നടക്കാൻ ഒക്കുന്നില്ല. അന്ന് ഞാൻ ആ മീറ്റിങ്ങിനില്ല, ദേവസ്യ സാർ ആ മീറ്റിങ്ങിനില്ല, ഡാഡി ആ മീറ്റിങ്ങിനില്ല. ഞങ്ങളുടെ ഈ യൂത്ത് ടീം മാത്രം ആ മീറ്റിങ്ങിനുണ്ടായിരുന്നു. അവർ വിശ്വാസത്തോടെ അങ്ങ് പ്രാർത്ഥിച്ചു, കർത്താവ് ഇപ്പോൾ തന്നെ സൗഖ്യമാക്കണമേ എന്നു പറഞ്ഞൊരൊറ്റ പ്രാർത്ഥന. അവർ വിശ്വാസത്തോടെ പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ നിങ്ങളൊന്ന് എഴുന്നേറ്റാട്ടെന്ന് പറഞ്ഞു. ആ നടക്കാൻ പറ്റാതിരുന്ന സഹോദരി തിരിച്ച് നടന്ന് കാറിൽ കയറിൽ പോയി ജീവിക്കുന്ന യേശുവിനെ സാക്ഷ്യപ്പെടുത്തി. ആമേൻ. ആ ഒരു അത്ഭുതത്തോടെ ഒരു ഹൈന്ദവ സഹോദരനാണ് നമുക്ക് ഈ ഹാൾ തന്നത്. അദ്ദേഹം RSS മെമ്പർഷിപ്പ് ഉള്ളതാണ്. ഈ ഒരൊറ്റ അത്ഭുതത്തോടെ അദ്ദേഹം പറഞ്ഞു,
ഇനി എല്ലാ ആഴ്ചയും നിങ്ങൾ എൻ്റെ ഹാളിൽ മാത്രമേ മീറ്റിംഗ് നടത്തുള്ളൂ, ഒരു വാടകയും എനിക്ക് തരണ്ട. ദാറ്റ് ഈസ് ജീസസ്. കർത്താവ് അതാണ് ചെയ്യുന്നത്. ഇന്നും എല്ലാ ഞായറാഴ്ചയും ബാംഗ്ലൂരിലും മൈസൂരിലും ഞങ്ങൾ ഓൾമോസ്റ്റ് കൂർഗിലും ദൈവത്തിന്റെ കൂട്ടായ്മ തുടങ്ങുന്നു. ദൈവം അങ്ങനെ അനുഗ്രഹിക്കുന്നു, ദൈവം വളർത്തുന്നു. ദൈവം ഓഫ് കോഴ്സ് ഇന്റർനാഷണൽ ആയിട്ട് ദൈവം നമ്മളെ ദുബായ് ഷാർജയിൽ കഴിഞ്ഞ വർഷമാക്കി. ദൈവം നമുക്ക് മനോഹരമായ ഒരു അപ്പോസ്തലനെ ദൈവം തന്നു, നമ്മുടെ മധ്യയിൽ ഇന്നുണ്ട്. പാസ്റ്റർ അനി ജസ്റ്റിസ് ഉണ്ട്. അതല്ലാതെ ദൈവം സിംഗപ്പൂർ, എനിക്ക് ഇപ്രാവശ്യം ഞാൻ US പോയിട്ട് തിരിച്ചു വന്നപ്പോൾ സിംഗപ്പൂർ പോകാൻ ഒരു അവസരം വന്നു. അപ്പൊ ഞാൻ US അങ്ങോട്ട് പോയപ്പോൾ ഞാൻ ആദ്യമായിട്ട് അത്രയും ദൂരം ട്രാവൽ ചെയ്യുന്നുണ്ടായിരിക്കാം, ഒത്തിരി ജെറ്റ് ലാഗ് വരികയും ഞാൻ ഛർദ്ദിക്കുകയും അവിടെ എത്തിയപ്പോൾ ഒരു ജോണ്ടിസ് സ്റ്റേജിൽ ജോണ്ടിസ് പിടിച്ചതുപോലെ ഞാൻ എത്തുകയും ചെയ്തു. ഒന്നിനും കഴിയാതെ ആയ സ്ഥിതിക്ക് ഞാൻ സിംഗപ്പൂരിലുള്ള 4 മീറ്റിംഗ്സ് അറേഞ്ച് ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ആ 4 മീറ്റിംഗ് ചെയ്യാൻ ഒക്കും തോന്നുന്നില്ല, കാരണം 18 മണിക്കൂർ ഫ്ലൈറ്റ് ഇരുന്ന് വരുമ്പോൾ വീണ്ടും ബാക്കിലോട്ടാണ് ക്ലോക്ക്. അപ്പൊ എനിക്ക് വീണ്ടും തല കറങ്ങാനുള്ള സാധ്യതകളുണ്ട്, വീണ്ടും ഞാൻ ചിലപ്പോൾ ഛർദ്ദിച്ചേക്കാം. അതുകൊണ്ട് 4 മീറ്റിംഗ് വേണ്ട, എനിക്ക് ഒരേ ഒരു കുടുംബ മീറ്റിംഗ് മതി. എനിക്ക് പരിചയമുള്ളൊരു 4-5 പേര് ഒന്ന് ഇച്ചിരി നേരം ഞാൻ സുവിശേഷം പറയും, അത്രയും മാത്രം മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയി. എൻ്റെ ചേച്ചിയുണ്ട്, ചേച്ചിയുടെ ഹസ്ബൻഡുണ്ട്, എന്നെ എപ്പോഴും പ്രാർത്ഥിക്കാൻ വിളിക്കുന്ന 2 കുടുംബക്കാരുമുണ്ട്. അങ്ങനെ ഞങ്ങൾ 8 പേരും ഞാൻ വരുന്നു എന്ന് അറിഞ്ഞത് കൊണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു 10 പേരും കൂടെ ചേർന്ന് ഒരു 20-25 പേരുള്ള ഒരു ചെറിയ കൂട്ടായ്മ ഉണ്ടായിരുന്നു. ആ കൂട്ടായ്മയൊക്കെ നടന്നുപോയി. ചർച്ചിടാൻ ദൈവം പ്രത്യേകിച്ച് ആലോചന തന്നില്ല. ദൈവം ചെയ്യുമോന്ന് എനിക്ക് ഇപ്പം അറിയത്തില്ല, ചെയ്യുമായിരിക്കും. കർത്താവ് അങ്ങനെയാണല്ലോ നമ്മളെ കൊണ്ടുപോകുന്നത്. അതെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വരാനായിട്ട് ഒരുങ്ങുമ്പോൾ അവിടെ നടന്ന ഏറ്റവും വലിയ അത്ഭുതം, എൻ്റെ ചേച്ചി, അതായത് ദീപ്തി ക്രിസ്റ്റോ റസാലം, അവരുടെ ഹസ്ബൻഡ് മനോ ഹാരിസൺ ഒരു CSI അച്ഛൻ്റെ മകനാണ്. CSI വിശ്വാസ പ്രമാണങ്ങളിൽ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്നു. എന്നാൽ ഞാൻ അവിടെ പോയി ഫുൾ ഗോസ്പൽ, ദൈവത്തിന്റെ മുഴുവൻ സുവിശേഷം വിശ്വസിക്കണം, രക്ഷിക്കപ്പെടണം, നിങ്ങൾ വെള്ളത്തിൽ സ്നാനമെടുക്കണം, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയണം, നിങ്ങൾ ദൈവത്തിന്റെ വേല ചെയ്യണം എന്ന് ഞാൻ പറയുകയുണ്ടായി. അത് കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം ഞാനും അദ്ദേഹവും കൂടെ ഒരു നല്ല ആരാധനയ്ക്ക് അവിടെ പോയി പങ്കെടുത്തു. നല്ല നമ്മളെ പോലെ പരിശുദ്ധാത്മാവിനെ നിറവിൽ ചെയ്യുന്ന ഒരു ആരാധനയിൽ പങ്കെടുത്തു. ആ ആരാധനയിൽ പങ്കെടുത്ത് നെക്സ്റ്റ് ഡേ അദ്ദേഹം സാധാരണയായിട്ട് ഒരു CSI ആരാധനയിൽ പങ്കെടുക്കാനായിട്ട് പോയി. ഞാൻ ഈ 2 സ്ഥലത്തും പോയി. അപ്പൊ ഞാൻ പോകാൻ നേരത്ത് പറഞ്ഞു, ജീവിക്കുന്ന യേശു നമ്മൾ രാവിലെ പോയ ചർച്ചിലെ ഉണ്ടായിരുന്നുള്ളൂ, ഈ ചർച്ചിൽ ഇല്ല. വേദപുസ്തകം പറയുന്നു പരിശുദ്ധാത്മാവ് ഉള്ളിടത്താണ് കർത്താവ് ഉള്ളത് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അത് പറഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ ഏറ്റവും വലിയ അത്ഭുതം, ദൈവം എന്നെ സിംഗപ്പൂരിൽ കൊണ്ടുപോയത് എൻ്റെ ബ്രദർ ഇൻ ലോയെ കർത്താവ് പിടിച്ചു. ആമേൻ. അന്നു മുതൽ ഇന്ന് വരെ അദ്ദേഹം ഒരു ട്രഡീഷണൽ ചർച്ചിലും പോകാതെ എന്നും പോയി ഈ നിത്യജീവനെ കുറിച്ച് പഠിപ്പിക്കുന്ന, ജീവിക്കുന്ന വചനം പഠിപ്പിക്കുന്ന, ആത്മാവിലും സത്യത്തിലും ആരാധനയുള്ള ആ ചർച്ചിൽ എല്ലാ ദിവസവും പോയി വചനം കേൾക്കുകയും അതേപോലെ ഒരു ശുശ്രൂഷകനാവണമെന്നും അതിൽ ഒരുപാട് പ്രയാസങ്ങളും ഭാരങ്ങളും ഉണ്ടായിരുന്നിട്ടും ദൈവത്തിനായിട്ട് ജീവിക്കാം എന്നൊരു ഉറച്ച തീരുമാനമെടുത്ത് അദ്ദേഹം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനകളൊന്നും വൃഥാവാകുന്നില്ല, നിങ്ങളുടെ പ്രാർത്ഥനകളൊന്നും വൃഥാവാകുന്നില്ല. ശ്രദ്ധിച്ചാട്ടെ, എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചാട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനകളൊന്നും വൃഥാവാകുന്നില്ല. പ്രാർത്ഥിക്കുന്നുണ്ടോ നിങ്ങൾ എല്ലാവരും? ദൈവം നമ്മളെ അങ്ങനെ വീണ്ടും അടുത്ത സ്ഥലങ്ങളിൽ കൊണ്ടുപോകട്ടെ. നമ്മുടെ പഞ്ചാബിലും ഹരിയാനയിലുമുള്ള ചർച്ചസിനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം ഓഗസ്റ്റ് അവസാനം ദൈവം അനുവദിച്ചാൽ ഞാനൊരു 6 ദിവസം പഞ്ചാബ്, ഹരിയാന, ഡൽഹി 3 സ്ഥലങ്ങളിൽ നമ്മുടെ വില്ലേജസ് ഒക്കെ കാണുകയും നമ്മുടെ അവിടുത്തെ ചർച്ചസ് കാണുകയും അവരുടെ കൂടെ പാടുകയും പറ്റിയാൽ അജീഷിനൊക്കെ കുറച്ച് ഹിന്ദി അറിയാം, അജീഷിനെ കൊണ്ടുപോവുകയും അങ്ങനെ ദൈവത്തിന്റെ വേല ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കണം. ആരാധനയ്ക്കുള്ള സമയം ആരാധിക്കാമോ കർത്താവിനെ? ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതെങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നു? എവിടുന്നാണ് ഇതിന്റെയൊക്കെ ഫണ്ട്? എവിടുന്നാണ് നിങ്ങൾക്ക് ഇതിന്റെ ആളുകൾ? ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, ഇത് സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. പറഞ്ഞാട്ടെ, ഇത് സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. നമ്മൾ യേശുവിനെ ആരാധിക്കാൻ പോവുകയാണ്. ആരാധിക്കുമ്പോൾ ദൈവം നമുക്കും ഇപ്പോൾ അത്ഭുതങ്ങൾ തരാൻ പോവുകയാണ്.
ഇത് സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. 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 യേശുവേ സേനകൾ നാം ജയം നമുക്കുണ്ടല്ലോ. ഹല്ലേലൂയ. യേശുവേ പ്രിയമക്കൾ നാമല്ലോ ജയം നമുക്കുണ്ടല്ലോ. യേശുവേ സേനകൾ നാം ജയം നമുക്കുണ്ടല്ലോ. ഹല്ലേലൂയ. യേശുവേ പ്രിയമക്കൾ നാമല്ലോ ജയം നമുക്കുണ്ടല്ലോ. കഷ്ടതയുണ്ടത് സ്ഥിരമല്ലെന്നറിയുക, തൊടുനേരം കൊണ്ടത് നീങ്ങിടുമല്ലോ. 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 പരിഹാരമുണ്ടല്ലോ ശോധനകൾക്കും, സർവശക്തൻ എനിക്കരികിലുണ്ട്. പരിഹാരമുണ്ടല്ലോ ശോധനകൾക്കും, സർവശക്തൻ എനിക്കരികിലുണ്ട്. ഇത് സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. 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 എന്നെ തൊടുന്നവരോ എന്നെയല്ല, ദൈവത്തിൻ കൺമണിയെ തന്നെ തൊടുന്നു. എന്നെ തൊടുന്നവരോ എന്നെയല്ല, ദൈവത്തിൻ കൺമണിയെ തന്നെ തൊടുന്നു. സർവശക്തൻ എഴുന്നേൽക്കുന്നു നിനക്കാൽ, മുഖമൂല ചിതറിടുന്നു. ഓ സർവശക്തൻ എഴുന്നേൽക്കുന്നു നിനക്കാൽ, മുഖമൂല ചിതറുന്നു വൈരികളും. ഇത് സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. 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 അഭിഷേകം അഭിഷേകം അഭിഷേകം, ആത്മാവിൻ അഭിഷേകം, യേശുവിൻ നാമത്തിൽ ആത്മാവിൻ അഭിഷേകം. ഹല്ലേലൂയ. അഭിഷേകം അഭിഷേകം, ആത്മാവിൻ അഭിഷേകം, യേശുവിൻ നാമത്തിൽ ആത്മാവിൻ അഭിഷേകം. അഭിഷേകം അവൻ അഭിഷേകം, ആത്മാവിൻ അഭിഷേകം, യേശുവിൻ നാമത്തിൽ ആത്മാവിൻ അഭിഷേകം. പത്രോസിന്മേൽ പകർന്ന അഭിഷേകം, രോഗികളെ സൗഖ്യമാക്കും 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 അഭിഷേകം. സഭയെ വളർത്തുവാൻ, പാതാളത്തെ തകർക്കുവാൻ പൗലോസിന്മേൽ പകർന്ന അഭിഷേകം. സഭയെ വളർത്തുവാൻ, പാതാളത്തെ തകർക്കുവാൻ പൗലോസിന്മേൽ പകർന്ന അഭിഷേകം. ജയാളിയാക്കിയ അഭിഷേകം, ജയാളിയാക്കിയ അഭിഷേകം, ജയാളിയാക്കിയ അഭിഷേകം, ജയാളിയാക്കിയ അഭിഷേകം.
അഭിഷേകം, അഭിഷേകം, ആത്മാവിനഭിഷേകം. യേശുവിൻ നാമത്തിൽ ഒഴുകട്ടെ ആത്മാവിനഭിഷേകം. എല്ലാ നാമത്തിനും മേലായ നാമം ഭക്തജനമാകും നാമം യേശുവിന്റെ നാമം. 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 മുരുടനും മുടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതലെ നൽകുന്ന ഹല്ലേലൂയ. കുരുടർക്കും മുടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതലെ നൽകുന്ന യേശുവിന്റെ നാമം. യേശുവിന്റെ നാമം അതിശയ നാമം എനിക്കുന്ന ഹല്ലേലൂയ. യേശുവിന്റെ നാമം അതിശയ നാമം എനിക്കുന്ന ഹല്ലേലൂയ. യേശുവിന്റെ നാമം അതിശയ നാമം എനിക്കുന്ന ഹല്ലേലൂയ. യേശുവിന്റെ നാമം അതിശയ നാമം എനിക്കുന്ന നാമം. ജയോത്സവം ഇത് ജയോത്സവം ക്രൂശിൽ ജയിച്ച ജയോത്സവം. ജയോത്സവം ഇത് ജയോത്സവം ക്രൂശിൽ ജയിച്ച ജയോത്സവം. ആഘോഷിക്കാം നമുക്ക് ആഘോഷിക്കാം ജയോത്സവം ഇത് ജയോത്സവം. ആഘോഷിക്കാം നമുക്ക് ആഘോഷിക്കാം ജയോത്സവം ഇത് ജയോത്സവം. ജയോത്സവം ഇത് ജയോത്സവം ക്രൂശിൽ ജയിച്ച ജയോത്സവം. Thank you, Holy Spirit. We worship you, Lord Jesus. We bless your name. രോഗികൾ സൗഖ്യമാകട്ടെ. പരിശുദ്ധാത്മാവ് ദൈവമേ ഇപ്പോൾ release them in the name of Jesus. Let the anointing of the Holy Spirit break their yokes. Let them be healed in the name of Jesus. Let the power of the Holy Spirit do miracles. We glorify the name of Jesus. സാത്താനേ സാത്താനേ തകർത്ത യേശുനാമം പാപത്തെ നീക്കിയ ജയോത്സവം. സാത്താനേ തകർത്ത യേശുനാമം പാപത്തെ നീക്കിയ ജയോത്സവം. ഭോഗത്തെ മാറ്റിയ യേശുനാമം ഭാരത്തെ നീക്കിയ ജയോത്സവം. രോഗത്തെ മാറ്റിയ യേശുനാമം ഭാരത്തെ നീക്കിയ ജയോത്സവം. ജയോത്സവം ഇത് ജയോത്സവം ക്രൂശിൽ ജയിച്ച ജയോത്സവം. ജയോത്സവം ഇത് ജയോത്സവം ക്രൂശിൽ ജയിച്ച. എല്ലാവരും ആഘോഷിക്കട്ടെ. ആഘോഷിക്കാം നമുക്ക് ആഘോഷിക്കാം ജയോത്സവം ഇത് ജയോത്സവം. ആഘോഷിക്കാം നമുക്ക് ആഘോഷിക്കാം ജയോത്സവം ഇത് ജയോത്സവം. ആഘോഷിക്കാം നമുക്ക് ആഘോഷിക്കാം ജയോത്സവം ഇത് ജയോത്സവം. ആഘോഷിക്കാം ആഘോഷിക്കാം ജയോത്സവം ഇത് ജയോത്സവം. യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഭയമെല്ലാം മാറും നിരാശ നീങ്ങും വിലാപം തുച്ഛമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ അടഞ്ഞവയല്ല പൊരുതും ഭയമെല്ലാം മാറും നിരാശ നീങ്ങും വിലാപം തുച്ഛമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ അടഞ്ഞവയല്ല പൊരുതും യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ.
be released upon this life.